നമ്മൾ അല്ലാഹുവിനെ പേടിക്കുന്നുണ്ടോ, നമ്മൾ അല്ലാഹുവിനെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ മഹാനായ സുഫിയാനു സൗരി അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്, അങ്ങനെ അറിയപ്പെടുക. ഹദീസിന്റെ വിഷയത്തിൽ അമീറുൽ മുഅ്മിനീനാണ് മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു. മഹാനവർ പറയുമായിരുന്നു, ഒരാള് നിങ്ങളോട് ചോദിക്കുകയാണെന്നിരിക്കട്ടെ, നിങ്ങൾ തവക്കുല് ചെയ്യുന്ന ആളാണോ ചോദിക്കാം. നമ്മൾ തവക്കൽത്തു അലല്ലാഹ് ഡോർമുണ്ടാവും, ഷോക്കേസിലുണ്ടാവും, കാറിന്റെ മിററുമുണ്ടാവും, എവിടെങ്കിലൊക്കെ സ്റ്റിക്കർ കിട്ടിയാൽ ഒട്ടിച്ചേക്കും തവക്കൽത്തു അലല്ലാഹ്. ആ സംഭവം കൽബിനുള്ളിൽ പോയിട്ടുണ്ടാവില്ല. സ്റ്റിക്കർ ഉണ്ടാവും തവക്കൽത്തു അലല്ലാഹ്. നമ്മുടെ കൽബിലുണ്ടോ തവക്കൽത്തു അലല്ലാഹ്? അള്ളാഹുവിനെ ഞാൻ ഏൽപ്പിച്ചു. ആരെങ്കിലും നിങ്ങളോട് അൻത മിനൽ മുതവക്കിലീൻ, നിങ്ങൾ തവക്കുലാക്കുന്ന ആളാണോ എന്ന് ചോദിച്ചാൽ ഫസ്കുത്, ആണെന്നും അല്ലെന്നും പറയണ്ടെന്ന് ആര് പറയുന്നു? മഹാനായ ഹദീസിന്റെ അമീറുൽ മുഅ്മിനീനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു. തവക്കുലുള്ള ആളാണോ? എന്റെ കാരണം എന്നറിയോ? അള്ളാഹുവിൽ തവക്കുലാക്കുന്ന ആളാണ് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇസ്ലാം എന്ന് പുറത്തു പോകും. നമ്മൾ അള്ളാഹിനെ തവക്കുലാക്കേണ്ട ആളുകളാണ്. നമുക്ക് ഒറ്റക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. ഇസ്തിഗ്നാഉം ബിനഫ്സി, അതാരാണ്? അള്ളാഹുവാണ്. എനിക്ക് അള്ളാഹിന് ആവശ്യമില്ല എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? തവക്കുലാക്കണില്ല എന്ന് പറഞ്ഞാൽ കഫർത, ഇസ്ലാം എന്ന് പുറത്തു പോകും. ഇനി അതല്ല, ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്ന ആളാണോ എന്ന് ചോദിക്കുമ്പോൾ നഅം, ആണ് എന്ന് മറുപടി പറഞ്ഞാൽ, അതെ എന്ന് മറുപടി പറഞ്ഞാൽ കദബ്ത, നീ ആ പറയുന്നത് പച്ച നുണയായിരിക്കും. അങ്ങനല്ലേ? തവക്കുലാക്കുന്നവർക്ക് ദുന്യാവിൽ പേടി ഉണ്ടാവാൻ പാടില്ല. അമ്മ കുട്ടികളെ ജോലി ഗൾഫിൽ നഷ്ടപ്പെട്ട ഇവിടെ പേടി തുടങ്ങി. പള്ളി കൂടി വരെ ഉസ്താദേ ദോരക്കണേ ജോലി പോയിക്കണം കേട്ടോ. അസുഖം വന്ന് നമ്മൾ പേടിച്ച് ഓടുകയാണ്. കടം വീടിയിട്ടില്ല എന്ന് പറഞ്ഞ് ബേജാറായിട്ട് നടക്കുകയാണ്. എല്ലാറ്റിനും ടെൻഷൻ വെച്ച് ഓടുകയാണ്. നമ്മൾ എന്ത് തവക്കുലാക്കിയവരാണ്? തവക്കുലുണ്ട് എന്ന് പറഞ്ഞാൽ നീ നുണയാ പറയണത്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാം പുറത്തു പോകും. അതുകൊണ്ട് തവക്കുലുണ്ടോ ചോദിച്ചാൽ മിണ്ടാണ്ടിരുന്നോ? ആര് പറയാ? സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി, അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്. ഹദീസ് പഠിപ്പിച്ചു തന്ന ജ്ഞാനങ്ങളിൽ അമീറുൽ മുഅ്മിനീൻ എന്നറിയപ്പെടുന്ന മഹാൻ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മളെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സദസ്സാണ്. നമ്മളെ പറ്റി ആലോചിക്കുന്നത്. നമ്മൾ ഈ പറയണതൊക്കെ ശരിയാണോ അല്ലേ? ഈ പറയുന്ന ഞാനടക്കം, മുമ്പിലിരിക്കുന്ന നിങ്ങളടക്കം, ഇത് കേൾക്കുന്ന പൊതുജനങ്ങളടക്കം, ഇതാരൊക്കെ ഇനി ഖിയാമത്ത് നാൾ വരെ കേൾക്കുന്നുണ്ടോ സോഷ്യൽ മീഡിയയിലോ യൂട്യൂബിലോ വാട്സപ്പിലോ, അവരും നമ്മളൊക്കെ ഒന്ന് ആലോചിക്കാം, നമ്മൾ ശരിയാണോ? നമ്മൾ വെറുതെ കണ്ണും ചിമ്മി ഒരാളെ എതിർക്കണ്ട, കണ്ണും ചിമ്മി ഒരാളെ വിശ്വസിക്കും വേണ്ട, കണ്ണ് തുറന്നിട്ട് വിശ്വസിച്ചാൽ മതി. ശറഇനോട് യോജിക്കുന്നുണ്ടോ? യാ ഹല അഹ്ലൻ വസഹല. അല്ലാഹുവിന്റെ ശരീഅത്തിന് വിരുദ്ധമാണോ? പോട്ടെ, നമുക്ക് വേണ്ട. ഇത് പറയാൻ ചെങ്കൂറ്റം വേണം. ഹക്കും ബാത്തിലും മനസ്സിലാക്കണം. കോലം കെട്ടി തലക്കെട്ടിന്റെ വലുപ്പം കണ്ടിട്ട് പോകണ്ട. എന്ത് ചെയ്യാ? ശരീരത്തിലും ദീനിലും കർമ്മത്തിലുമുള്ള ഈമാനും അമലും എത്രയുണ്ടോ ഇത് നോക്കിയിട്ട് നമ്മൾ ആളണക്കേണ്ട. ഏറ്റവും വലിയ കറാമത്ത് അസുഖം മാറ്റലല്ല, അള്ളാഹ്ക്കല്ലാതെ മാറ്റാനും കഴിയില്ല. ഏറ്റവും വലിയ കറാമത്ത് ഏതെങ്കിലും ചോദിച്ചപ്പോ ചോദ്യത്തിന് ഉത്തരം കിട്ടി, അതല്ല കറാമത്ത്. കറാമത്തുൽ മുഅ്മിനി ദീനുഹു, ഒരു മുഅ്മിനായ മനുഷ്യന്റെ കറാമത്ത് ആ മനുഷ്യൻ കൊണ്ടു നടക്കുന്ന ദീനാണ്. ആ മനുഷ്യൻ കൊണ്ടു നടക്കുന്ന ദീനാണ്. ഇത് പഠിപ്പിച്ച മതമാണ് നമ്മുടെ മതം. അത്ഭുതം കണ്ടിട്ടൊന്നും പിന്നാലെ പോകണ്ട. ദീനുണ്ടോ എന്നാ നോക്കേണ്ടത്. എത്ര ആള് കൂടുന്നുണ്ട് അതൊന്നും ഇവിടെ വിഷയമല്ല. 5 ആള് കൂടിയാലും മതി, 1 ആള് കൂടിയാലും മതി. ആരും കൂടിയില്ല, ജിന്നുകളെങ്കിലും ഉണ്ടാവും അവിടെ. ആളുടെ എണ്ണം നമ്മുടെ വിഷയമല്ല, ക്വാളിറ്റിയാണ് വിഷയം. അതുകൊണ്ട് അത് സങ്കീർണമാണ് വിശ്വാസത്തിൽ വരുന്ന കാപട്യം. നമ്മുടെ വിഷയം അതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുഭവം ഖിയാമത്ത് നാളിൽ നടക്കുന്നത് അള്ളാഹു നേരത്തെ പറഞ്ഞെന്നു. ഈസാ നബിയെ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ വിശ്വസിച്ച ആളുകളെ അള്ളാഹു നീ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണ്, നിനക്ക് പുറത്തു കൊടുക്കാൻ കഴിയുമല്ലോ, നീ മഹോന്നതനാണല്ലോ എന്ന് ഈസാ നബി പറയുന്നൊരു ഭാഗമുണ്ട് സൂറത്തുൽ മാഇദയിൽ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن تعذبهم فإنهم عبادك وإن تغفر لهم فإنك أنت العزيز الحكيم. قال الله هذا
ينفع الصادقين صدقهم لهم جنات تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك الفوز العظيم قال الله بالله മറുപടി വരും هذا يوم ينفع الصادقين صدقهم സത്യം പറഞ്ഞവർ സത്യസന്ധരായി ജീവിച്ചവർ അവർക്ക് ഉപകാരം ലഭിക്കുന്ന ലോകമാണിത്. നുണ പറയുന്നവർ എന്റെ മുമ്പിലേക്ക് വരണ്ട എന്ന് നുണ പറയുന്നവരെ പരലോകത്തും അല്ലാഹു അട്ടിയോടിക്കും. നാളെ പരലോകത്തും രക്ഷപ്പെടുന്നവരെ ആരാണ്? സത്യസന്ധന്മാർ. മുസ്ലിം നുണ പറയാൻ പാടില്ല, ഇതന്നെ എന്റെ പ്രത്യേകത. ഒരു മുസ്ലിം കച്ചവടക്കാരൻ നുണ പറഞ്ഞ് കച്ചവടം ചെയ്യരുത്. നമ്മുടെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഉമ്മമാരോട് വീട്ടുകാരോട് നുണ പറയരുത്. നമ്മുടെ കൊച്ചുമക്കൾ വലിയവരെ നുണ പറയരുത്. നേതാക്കന്മാർ അണികളോട്, അണികൾ നേതാക്കന്മാരോട്, കൂട്ടുകാരോട് നുണ പറയരുത്. ഇതന്നെ അതിന്റെ അർത്ഥം. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ഈമാനിന്റെ അടയാളം അള്ളാഹു നമ്മിൽ മരണം വരെ അള്ളാഹു നിലർത്തി തരട്ടെ. ഈമാൻ നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചു പോയവരാണ് നമ്മുടെ മുൻഗാമികൾ. നമ്മളൊക്കെ എന്ത് ധൈര്യത്തിലായിരിക്കണത്? ഈ ധൈര്യം നമ്മുടെ മുൻഗാമികൾക്കുണ്ടായിട്ടില്ല. അവരെ പേടിക്കുകയായിരുന്നു. പേടിച്ചു. ഇബ്രാഹിം ഉത്തൈമി എന്ന മഹാനുണ്ട്. 40 കൊല്ലമേ ജീവിച്ചിട്ടുള്ളൂ. ഇബ്രാഹിം ഉത്തൈമി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 92 വഫാത്തായി പോയ ഈ ഉമ്മത്തിന്റെ താബികളിൽ കഴിഞ്ഞു പോയ മഹാനാണ് ഇബ്രാഹിം ഉത്തൈമി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ പറയുമായിരുന്നു, ഇദാ കാന الرجل يتهاون بالتكبيرة الأولى فاغسل يدك منه. എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത സങ്കടം നമ്മളെ പറ്റി തോന്നിപ്പോകും. അള്ളാഹുവിന്റെ പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോൾ ജമാഅത്തിന് കൂടാൻ കഴിയുന്ന ഒരാൾ ഇമാമിന്റെ കൂടെ ഒന്നാമത്തെ തക്ബീറിൽ ഇമാം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുമ്പോൾ ആ ഒന്നാമത്തെ തക്ബീറിൽ ഇമാമിന്റെ കൂടെ നിൽക്കാൻ പറ്റാത്ത ആളുകള്, അവരെ കുറിച്ച് നീ കൈ കഴുകി ഒഴിവാക്കിക്കോ. അവരെ നിസ്കാരം കഴിയുമ്പോഴാ ഓടി വരിക. അത്തഹിയാത്തിൽ വന്നാ കൂടുക. ജുമുഅക്ക് വരെ 2ാം റക്അത്തിലാണ് കൂടിക്കൂടുന്നത്. ഇമാമിന്റെ കൂടെ ഒന്നാമത്തെ തക്ബീറിൽ കൂടാൻ സൗകര്യമുള്ള ആളുകള്, നാട്ടിലുള്ള മുഖീമീങ്ങളായ ആളുകള്, അവർ യാത്രക്കാരല്ല, അവർ അസുഖമുള്ളവരല്ല, ഹോസ്പിറ്റലിൽ കിടക്കല്ല, ഏതെങ്കിലും അത്യാവശ്യത്തിന് ഓടുകയല്ല. സൗകര്യം ഉണ്ടായിട്ട് മെല്ലെ നടന്നിട്ടും വർത്തമാനം നോക്കിയിരുന്നിട്ടും ഒന്നാമത്തെ തക്ബീറിൽ ഇമാമിന്റെ കൂടെ കൂടാൻ ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ ആ മനുഷ്യന്റെ കാര്യം പോക്കാണ് എന്നായി പറഞ്ഞതിനർത്ഥം. അയാളെ പറ്റി ഒന്നും പറയണ്ട. എന്നൊക്കെ പറഞ്ഞ നാട്ടിൽ എത്ര ആളുണ്ടാവും നമുക്ക് പള്ളി കമ്മിറ്റി കൂട്ടാൻ, സംഘടനയെ കൂട്ടാൻ. ഇബ്രാഹിം തൈമി തങ്ങൾ ഇവരൊക്കെ ദീൻ പഠിച്ചിട്ടായി പറയണത്, സ്വന്തം അഭിപ്രായം പറയല്ല. അവരെ പേടിക്കുകയായിരുന്നു. ആ മഹാന് വീണ്ടും പറഞ്ഞു, മാ അറൽതു ഖൗലി അലാ അമലി ഇല്ലാ ഖശീതു അൻ നകൂന മുകദ്ദിബൻ. ഒരു രൂപ അല്ലെങ്കിൽ ഇല്ലാ ഖശീതു അൻ നകൂന മുകദ്ദബൻ. മഹാൻ പറയാൻ, മഹാനവറുകൾ ദീൻ പഠിപ്പിച്ചു കൊടുത്തിരുന്ന ആളാണ്. ഞാൻ പറയുന്നതും ഞാൻ ചെയ്യുന്നതും നോക്കുകയാണെങ്കിൽ ജനങ്ങൾ എന്നെ കളവാക്കുമെന്ന് പറയുമായിരുന്നു അദ്ദേഹം. ഞാൻ പറയുന്നതും ചെയ്യുന്നതും എനിക്കൊരുപോലെ പ്രവർത്തിക്കാൻ കഴിയാറില്ല. ഇതൊക്കെ ജനങ്ങൾ അറിയാണെങ്കിൽ ഞാൻ നുണ പറയുന്ന ആളാണ്. ഇബ്രാഹിം ഉച്ചൈമി എന്ന് പറയുന്ന ആള് ഖാദിബുൻ ഖദ്ദാബുൻ, നുണ പറയുന്ന ആളാണെന്ന് ആളുകൾ എന്നെ പറ്റി പറഞ്ഞേനെ. പക്ഷെ അവർക്ക് എന്റെ സ്വകാര്യം അറിയാത്തത് കൊണ്ടാ അവരെന്നെ പറ്റി വലിയ ആളാണെന്ന് വിചാരിക്കണത്. ആര് പറയാ? മഹാനായ പണ്ഡിതൻ ഇബ്രാഹിം ഉച്ചൈമി റഹ്മത്തുള്ളാഹി ഹിജ്റ 92 വഫാത്തായ മഹാൻ. 40 കൊല്ലം ജീവിച്ചിട്ടുള്ളൂ. 40ാമത്തെ വയസ്സിലോ